കർണാടകയിൽ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശി കുടിയേറ്റക്കാർ എത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വൻ പ്രതിഷേധം. ബംഗാൾ വഴി ട്രെയിനുകളിലാണ് കുടിയേറ്റക്കാർ എത്തുന്നതെന്നാണ് റിപ്പോർട്ട്. ബംഗളൂരുവിലും മലയോര മേഖലയിലും നിർമ്മാണ തോട്ടം തൊഴിലാളികളായി കുടിയേറുന്നതായി ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. കർശന പരിശോധനയും റെയ്ഡും ആവശ്യപ്പെട്ട് ഹുബള്ളിയിൽ വൻ പ്രതിഷേധ പ്രകടനമാണ് നടക്കുന്നത്. നമുക്ക് നന്ദനുണ്ട് വിവരങ്ങൾ ചോദിക്കാൻ. നന്ദൻ, അസം, ബംഗാൾ, ഇപ്പോഴിതാ കർണാടക. കുടിയേറ്റക്കാർ ഏറ്റവും അധികം എത്തുന്നു. അവർ അനധികൃതമായി വോട്ടർ ഐഡിയും ആധാറും അടക്കം സ്വന്തമാക്കുന്നു, വോട്ട് ചെയ്യുന്നു. എന്തായാലും അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ എത്തിയതിന് പിന്നാലെ അതിന് വലിയ രീതിയിൽ തടയിട്ടു. ഇപ്പോൾ ബംഗാളിൽ സുവേന്ദു അധികാരിയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെയും അത്തരത്തിലൊരു നടപടി പ്രതീക്ഷിക്കാൻ. പക്ഷേ കർണാടകയിൽ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശി കുടിയേറ്റക്കാർ എത്തുമ്പോൾ ഈ ആരോപണത്തിന് കൂടുതൽ വസ്തുത നൽകുന്ന എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്കായി നൽകാൻ കഴിയുക? ഒപ്പം എങ്ങനെയാണ് ഇതൊരു വലിയ ഭീഷണിയായി കർണാടകയിൽ മാറുന്നത്? നന്ദൻ. ശ്രുതി, കർണാടകയിൽ ഏതാണ്ട് 20 ലക്ഷത്തിലധികം ബംഗ്ലാദേശികൾ കുടിയേറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. ഇത്തരം കുടിയേറ്റക്കാർ അവർ അനധികൃതമായിട്ട് വോട്ടേഴ്സ് ഐഡിയും ആധാറും അടക്കം സംഘടിപ്പിക്കുന്നു. അങ്ങനെ കർണാടകത്തിലെ ജനങ്ങൾക്ക്, കന്നഡക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ കൈപ്പറ്റുന്നു എന്നുള്ളതാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ സർക്കാർ ഇതിന്മേൽ യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല എന്നുള്ളതും ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു. സർക്കാരിൻ്റെ സംരക്ഷണയിലാണ് ഇവർ ഈ കർണാടകയിൽ അനധികൃതമായി താമസിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിലും അതേപോലെ തന്നെ തോട്ടം തൊഴിലാളികൾക്കിടയിലുമാണ് വ്യാപകമായി ബംഗ്ലാദേശികൾ വന്ന് കുടിയേറി പാർക്കുന്നത്. ഇവരെ കണ്ടെത്തുവാൻ വേണ്ടി യാതൊരുവിധ പരിശോധനകളും നടത്തുന്നില്ല കർണാടക പോലീസ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കർണാടകയിലെ മറ്റ് ഭരണകൂടം അനുകൂലമായ സാഹചര്യമാണ് ഇവർക്ക് ഒരുക്കുന്നത്. അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. ഇതിനെതിരെ ഹുബ്ലിയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഹുബ്ലിയിൽ മാത്രമല്ല, കർണാടകയിലെ പല ഭാഗങ്ങളിലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ട്രെയിനുകളിൽ ആണ് വ്യാപകമായി ഇവർ കർണാടകയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ബംഗളൂരുവിലെത്തി വിവിധ ഭാഗങ്ങളിലേക്കാണ് ഇവർ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ മലയോര മേഖലകളിലൊക്കെയാണ് ഇവർ എത്തപ്പെടുന്നത്. ഈ കാപ്പിത്തോട്ടങ്ങളിലും അതേപോലെ തന്നെ മറ്റ് തോട്ടം തൊഴിലാളികൾക്കിടയിലും ഇവർ വ്യാപകമായി എത്തപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതും പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ഉയർത്താനാണ് ഇവരുടെ തീരുമാനം. എന്നാൽ സർക്കാർ ഈ വിഷയത്തിൽ നിസ്സംഗതത പാലിക്കുന്നത് അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർക്കാർ ഇതുവരെയായിട്ടും, അതായത് ഈ തൊഴിലാളികൾക്കിടയിൽ വലിയ രീതിയിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാരിന്റെ ഇസ്ലാമിക, അതായത് DK ശിവകുമാർ പക്ഷത്തിന്റെയും ഒപ്പം തന്നെ സിദ്ധരാമയ്യ പക്ഷത്തിന്റെയും അടിതീർക്കുകയാണല്ലോ അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിലൊക്കെ ഇടപെടാൻ എവിടെ നേരം?